സാമ്പത്തികമായിട്ടല്ല അല്ലാതായാലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലൊക്കെ പോയോ? 50% ആൾക്കാർ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചെങ്ങന്നൂർ തിരുവൻമണ്ടൂർ പഞ്ചായത്തിലെ പ്രാവൻകൂട് ജംഗ്ഷന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ട്. നമുക്ക് നടന്നെത്താൻ കഴിയുന്ന ദൂരമാണ് ഈ ഭാഗത്തൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നീട് അരയ്ക്ക് മുകളിലേക്ക് വെള്ളമാണ്. അവിടേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ തിരുവൻമണ്ടൂർ പഞ്ചായത്തിലെയും തൊട്ടടുത്ത പാണ്ടനാട് പഞ്ചായത്തിലെയും ആളുകളെയാണ് കൂടുതലായും രക്ഷാപ്രവർത്തനത്തിലൂടെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. 2018 വലിയ ദുരന്തം വിതച്ച പ്രദേശമാണ് ഈ തിരുവൻമണ്ടൂർ. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ കൂടുതൽ പേരെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ കാലങ്ങളായി ഇത്തരം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. എന്തായാലും ചെങ്ങന്നൂർ താലൂക്കിൽ 25-നടുത്തിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം മഴ പൂർണ്ണമായും മാറി നിന്നാലും പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പ് കുറഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ളവരുടെ ദുരിതം മാറുകയുള്ളൂ. എന്തായാലും ഇവിടെ കട നടത്തുന്ന സതീഷ് എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്, ബേക്കറി നടത്തുന്ന ആളാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അങ്ങേറ്റം വളരെ ഇതാണ്, ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ടല്ല അല്ലാതായാലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലൊക്കെ പോയോ? 50% ആൾക്കാർ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടം വരെയല്ലേ നടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഇനി പോകുമ്പോൾ വെള്ളം കൂടുതലാണല്ലേ? അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും വെള്ളം. 2018 എവിടം വരെ വെള്ളം പൊങ്ങിയായിരുന്നു? ഇതിനേക്കാൾ ഒരു 3 അടിയുടെ മുകളിലായിരുന്നു. നല്ല ഉയരത്തിൽ നല്ല ഉയരത്തിലായിരുന്നു. ഈ പമ്പയും അച്ചൻകോവിലാറും എല്ലാ വർഷവും നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതുവാ മണിമലയോ അച്ചൻകോവിലാറ് നമ്മുടെ ഭാഗത്തല്ല, വേറെ റൂട്ടാണ്. പമ്പയും മണിമലയുമാണ് നമ്മളെ ഏറ്റവും അധികം ഇത് ചെയ്യുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്. എല്ലാവരും പറയുന്നത് ഈ മണൽവാരലൊന്നും ഇല്ലാത്തതാണ് കൂടുതൽ ഈ വെള്ളം വരാൻ കാരണം. അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കൊക്കെ ഉണ്ടോ? മണൽവാരൽ ഉള്ളതുകൊണ്ട് പിന്നെ ആഴം കൂടുമെന്നുള്ളതല്ലാതെ മറ്റുള്ള ഒരു ഗുണമുണ്ടോയെന്ന് തോന്നുന്നില്ല. വെള്ളം കുറയത്തേ ഉള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ. പക്ഷെ അതിനനുസരിച്ചുള്ള ഭൂമിയുടെ ഈ വെള്ളത്തിന് നിരപ്പനുസരിച്ച് എല്ലായിടത്തും ഒരുപോലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കച്ചവടമൊക്കെ തീരെ മോശമായല്ലേ? കച്ചവടം ഇല്ലല്ലോ, വെറുതെ തുറന്നു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. കടയിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണ്. പക്ഷേ സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചാണ് ഇനി ഇപ്പോൾ ഇവിടെ അവർ കട തുറന്നു വെച്ചിരിക്കുന്നത്. കട വ്യാപാരമൊന്നുമില്ല, കച്ചവടമൊന്നുമില്ല എന്നാണ് ആള് പറയുന്നത്. എന്തുകൊണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കടയ്ക്കകത്ത് വെള്ളമാണോ? പേരെങ്ങനെയാണെങ്കിൽ വന്നേ കഴിഞ്ഞ വർഷം 2 അടി വരെ 3 അടി പൊക്കമായിരുന്നു. അത്രയും ആയിട്ടില്ല, വെള്ളം ആയിട്ടില്ല. ഇതിനകത്തെല്ലാം വെള്ളം വേണ്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാം. അകത്തൊക്കെ കടയ്ക്കകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ഇനിയും ഉയരാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നേരിയ കുറവുണ്ട് എന്ന് പറയുമ്പോഴും മൂഴിയാർ ഡാം തുറന്നു വിട്ടു, പത്തനംതിട്ടയിൽ കൂടുതൽ മഴ പെയ്യുന്നു, അതൊക്കെ ഇവർക്ക് ആശങ്കയാണ്. എങ്ങനെയുണ്ട് സാഹചര്യം? വീട്ടിലെങ്ങനെയുണ്ട് കാര്യം? കൂടിയിട്ടുണ്ട്, നേരത്തെ കൂടിയിട്ടുണ്ട് വെള്ളം. കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ ലെവലിൽ നിൽക്കുകയാണ്. പക്ഷെ വീട്ടിലോട്ട് അങ്ങോട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ചയത് വെള്ളം അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ളവരെല്ലാം കൂടുതൽ പേരും ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കുക. അവിടെ കയറിയില്ല, വരയ്ക്കാത്ത കയറിയില്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ചുറ്റും വെള്ളം, ആരോഗ്യം വെള്ളമാണ്. വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഫ്രിഡ്ജൊക്കെ പൊക്കി വെച്ചിരിക്കുക അല്ലേ? നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കല്ലിട്ട് ഉയർത്തി ഫ്രിഡ്ജ് ഒക്കെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. മറ്റ് നനയേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. പരമാവധി സാധനങ്ങൾ ഉയർത്തി വെച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. പക്ഷേ ഈ പ്രളയ ദുരിതമൊക്കെ വ്യാപാരികൾ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ആരും വരാനില്ല, വീടുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ചെങ്ങന്നൂർ താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടിൻ്റെ ദുരിതം തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിലാകെ, കുട്ടനാട് മേഖലയിലൊക്കെ അടക്കം ഈ സമാനമായ പ്രതിസന്ധിയിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. തിരുവൻമണ്ടൂരിൽ നിന്നും ലേഷ് കാഞ്ഞികാവിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.